വെക്കേണ്ടി വരും. ഡിക്കി തുറന്നേ. നമ്മുടെ ആദിക്കുട്ടൻ്റെ ഗിഫ്റ്റ് ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. വണ്ടി നിറഞ്ഞായിരിക്കുന്നത്, പ്രവേശം നിറഞ്ഞ. അതിപ്പോൾ തന്നെ ഞങ്ങൾ എടുത്ത് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. ഇതാണ് സാധനം. ഇതിൻ്റെ അടി LCD TV ആണത്. എടുക്കുമോ അത്? താഴെ ഇടല്ലേ? അവൾ മൊത്തത്തിൽ. അപ്പോൾ ഇതാണ് ആ ചേച്ചി ഇപ്പോഴും വിളിച്ച് ചോദിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം ചേച്ചിക്ക് എന്തായാലും സന്തോഷമായി. കാരണം ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് കട്ടപ്പനയാണ്. ഇന്ന് മമ്മിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നതാണ്. അതിനിടയ്ക്ക് മമ്മി ഇവിടെ ഉണ്ട്, വണ്ടികളുണ്ട്. അതെന്താന്ന് പറയാം. അതിനു മുമ്പായിട്ട് ഞങ്ങൾ ആദ്യക്കൂട്ടൻ ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. അത് കട്ടപ്പനയാണ് വന്നിരിക്കുന്നത്. നേരത്തെ ഞങ്ങൾ പറഞ്ഞായിരുന്നില്ല 2 പാർസൽ ഇനി വരാനുണ്ട്. ഒരു വലിയ എന്തോ ഒരു സംഭവം, വലിയൊരു ബോക്സ് ആണ്, വലിയ പൊതി. അതുകൊണ്ട് നമ്മുടെ അങ്ങോട്ട് വരത്തില്ല. 25 കിലോമീറ്റർ വരണം നമുക്ക് കട്ടപ്പന വരണമെങ്കിൽ. ഇവിടെ വന്നാൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഞങ്ങളിങ്ങനെ തപ്പി വന്നിട്ട് അത് എവിടെയാണ് വന്നിരിക്കുന്നത് കട്ടപ്പന ഒന്ന് തപ്പിയിട്ട് കിട്ടുന്നില്ല. അത് നോക്കി ഞങ്ങൾ നടക്കുകയാണ്. നമ്മൾ നമ്മുടെ സാധനം എടുക്കുകയാണ്. ആദ്യക്കൂട്ടൻ്റെ ഗിഫ്റ്റ് ദേ വന്ന് നിൽക്കുന്നു, വാതിക നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ അടി LCD TV ആണത്. LCD അല്ലേ? ആദ്യക്കൂട്ടനെ കാണട്ടെ. LCD TV എടുക്കുമോ അത്? താഴെ ഇടല്ലേ? അവൾ മൊത്തത്തിൽ. അപ്പോൾ ഇതാണ് ആ ചേച്ചി ഇപ്പോഴും വിളിച്ച് ചോദിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം ചേച്ചിക്ക് എന്തായാലും സന്തോഷമായി. കാരണം കുറേ ദിവസമായി ഇത് അയച്ചിട്ട് ഇത് കിട്ടാത്തതിൽ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ആദി LCD TV വന്നടാ. നിനക്കൊരു LCD TV ഇവിടെ വെച്ച് പൊട്ടിച്ചാലോ നമുക്ക് വെട്ടമുണ്ടാവും. ഫ്രണ്ടിൽ വെച്ച് പൊട്ടിച്ചാലോ അതകത്ത് കയറുവാണ്. വെയിൽ പോയില്ലേ? പൊടിയാണോ? അന്നകത്ത് പോട്ടെ, അകത്തേക്ക് പോട്ടെ. ലൈറ്റ് ഇടണേ, വെട്ടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ കഥകൊന്ന് കടന്നു പോവില്ലടി. അപ്പോൾ ഇതെന്താ സാധനം നമുക്ക് പൊട്ടിച്ച് നോക്കാം. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. നിങ്ങളതുപോലെ നിങ്ങളുടെ. അപ്പം ഞങ്ങൾ എന്തോ ഒരു എക്സ്പ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഏതോ ഒരു പാർസൽ സർവീസ് അവിടെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് ഇവിടെ കട്ടപ്പന കാണാൻ പോലും ഇല്ല. ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിളൊക്കെ നോക്കി തപ്പുന്നുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടുന്നില്ല. പൊട്ടിച്ചിട്ടൊന്നുമില്ല. വീട്ടിൽ ചെന്ന് പൊട്ടിച്ചിട്ട് പറയാം കേട്ടോ. താങ്ക് യു. അപ്പോ ചേച്ചിക്ക് സമാധാനം. ചേച്ചി എന്നും വിളിക്കുവരും സാധനം എത്തിയോ. കാരണം ചേച്ചിക്ക് മെസ്സേജ് ചെയ്യില്ല. ചേച്ചിക്ക് ട്രാക്കിംഗ് ID ഉണ്ട്. ട്രാക്ക് ചെയ്തിട്ട് ഇവിടെ സാധനം ഡെലിവറി ആയതായിട്ട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇതുവരെ എന്നെ എത്താത്തെന്ന് ചോദിച്ചു. ഭയങ്കര ടെൻഷനാണ്. ഞങ്ങള് പറഞ്ഞു ഞങ്ങൾ പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. സാധനം കിട്ടി. ഇനി സാധനം പൊട്ടിക്കുന്നത് ഇതുവരെ വന്നതിലേക്ക് വെച്ച് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. അപ്പോ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയും സസ്പെൻസും ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടേ പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ മമ്മിയോണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അതെന്താണെന്നുള്ളത് 2 വീഡിയോ ആയിട്ടിടാം. കാരണം ഭയങ്കര ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതും പറയാം. അപ്പോൾ പോയി ഹോസ്പിറ്റലൊക്കെ പോയി വീട്ടിലെത്തി കഴിഞ്ഞ് പൊട്ടിക്കുന്നതായിരിക്കും. അതെ. അപ്പം ഞങ്ങൾ വന്ന് ഇറങ്ങി. നമ്മുടെ ആദിക്കുട്ടൻ്റെ ഗിഫ്റ്റ് ഇതിനകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. വണ്ടി നിറഞ്ഞായിരിക്കുന്നത്, പ്രവേശം നിറഞ്ഞ. അതിപ്പോൾ തന്നെ ഞങ്ങൾ എടുത്ത് പൊട്ടിച്ച് കാണിക്കാം കേട്ടോ. വീടൊന്ന് തുറന്നോട്ടെ. നമ്മൾ നമ്മുടെ സാധനം എടുക്കുകയാണ്. ആദ്യക്കൂട്ടൻ്റെ ഗിഫ്റ്റ് ദേ വന്ന് നിൽക്കുന്നു, വാതിക നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ അടി LCD TV ആണത്. LCD അല്ലേ? ആദ്യക്കൂട്ടനെ കാണട്ടെ. LCD TV എടുക്കുമോ അത്? താഴെ ഇടല്ലേ? അവൾ മൊത്തത്തിൽ. അപ്പോൾ ഇതാണ് ആ ചേച്ചി ഇപ്പോഴും വിളിച്ച് ചോദിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പം ചേച്ചിക്ക് എന്തായാലും സന്തോഷമായി. കാരണം കുറേ ദിവസമായി ഇത് അയച്ചിട്ട് ഇത് കിട്ടാത്തതിൽ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു. ആദി LCD TV വന്നടാ. നിനക്കൊരു LCD TV ഇവിടെ വെച്ച് പൊട്ടിച്ചാലോ നമുക്ക് വെട്ടം ഉണ്ടാവും. ഫ്രണ്ടിൽ വെച്ച് പൊട്ടിച്ചാലോ അതകത്ത് കയറുവാണ്. വെയിൽ പോയില്ലേ? പൊടിയാണോ? അന്നകത്ത് പോട്ടെ, അകത്തേക്ക് പോട്ടെ. ലൈറ്റ് ഇടണേ, വെട്ടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ കഥകൊന്ന് കടന്നു പോവില്ലടി. അപ്പോൾ ഇതെന്താ സാധനം നമുക്ക് പൊട്ടിച്ച് നോക്കാം. കഴിഞ്ഞ ദിവസം നമുക്ക് അത് അയച്ചു തന്നെ ആ ചേച്ചി തന്നെയാണ് ഇത് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ആദ്യക്കൂട്ടിനെ ഇരുത്തി തന്നെ അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ പോവാട്ടോ. ആദ്യക്കുഞ്ഞെ എന്നതായത് ഇത്ര വലിയ സാധനം നീ എടുത്താൽ പൊങ്ങുകയല്ലോ. ആമസോണിന്റെ തന്നെയാണ്. ഏതാണ്ട് ഇത് കണ്ടപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? ഇത് കണ്ടപ്പോൾ മനസ്സിലാക്കണം. മമ്മിക്ക് തോന്നുന്നത് പടം കണ്ടപ്പോൾ മനസ്സിലാവുള്ളൂ. മമ്മിക്ക് മനസ്സിലായി. നിനക്ക് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായോ?
എനിക്ക് മനസ്സിലായി, കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഇതിന് കാണാനുള്ള ആകാംക്ഷ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് കേട്ടോ, ഏറ്റവും ലാസ്റ്റ് വന്നത്. അപ്പൊ ആ ചേച്ചി തന്നെയാണ് ഇത് വായിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ചേച്ചി ആഗ്രഹിച്ച് ഇത് വരണമെന്നാണ്. ഭയങ്കര വിഷമത്തിലായിരുന്നു ഇത് വരാതിരുന്നുകൊണ്ട്. മിസ്സായി എന്നൊരു പേടിയായിരുന്നു. കാരണം ആമസോണിലൊക്കെ ഓർഡർ ചെയ്തതല്ലേ, അപ്പം ഇവിടെ എത്തുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. സംഭവം കിട്ടി. ആദ്യം ആ ചേച്ചിയെ തന്നെ വിളിച്ച് നമ്മൾ പറഞ്ഞു കേട്ടോ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. ഇതിന്റെ ബില്ലാണ്. ഭയങ്കര പാക്കിങ് ആട്ടോ. നല്ല വൃത്തിക്ക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഈ സാധനം ഞാൻ കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഫോട്ടോ കാണുന്നതല്ല. ഇത് മറ്റേ കങ്കാലിവാല് കിട്ടിയ പോലെ ആയി പോകും. ചെയ്യാൻ വേണ്ടിട്ട് അറിയത്തില്ല. സാധനം അതാണ് പെണ്ണ് കണ്ടില്ല. ഇത് സാധനം ഇതാണ്. നല്ല കളർ നീല. അതെ അതെ. ആദി ഇത് എന്നാ കൊച്ചിനുള്ള സൈക്കിളാണത്. അതെ കമ്പനി സാധനമാണ്. പിടുത്തമില്ല. ഇതെന്താ അവന് പിടുത്തമില്ല, എങ്ങനെ യൂസ് ചെയ്യുന്ന പിടുത്തമില്ല. ടയറാണ്. ടയർ എങ്ങനെയാ? കാലാണ്. എങ്ങനെ ടയർ വണ്ടേ വരുമോ? ഇവിടെ മേളിൽ വരെ വരുന്നത് ശരിക്കും വരേണ്ടത്. ഇതിവിടെ പിടിക്കും. ഈ സാധനം അതിനകത്ത് കാണൂടി. ഇതുണ്ടോ? ഓർപ്പിക്കണമെങ്കിൽ അതിനകത്ത് ബാക്കി ടൂൾസ് ഉണ്ട്. സാമഗ്രികൾ എടുക്കട്ടെ. ടയറുണ്ട്. അത് പിടിപ്പിക്കണമെന്ന് തോന്നുന്നു. ടയറുണ്ട്. നമ്മളിത് എടുക്കുകയാണ്. ഇത് കളർ പിള്ളേർക്ക് നല്ല കളിക്കാനേ. എന്തൊക്കെയോ ആട്ടോ അറിയത്തില്ല, നോക്കാം. ഇതൊക്കെ എന്തോ പിടുത്തോ. ടയർ പിടിപ്പിക്കാം. സ്ക്രൂ ഇട്ട് പിടിപ്പിക്കണോ? ഇത് ഇങ്ങനെ പിടിപ്പിക്കുക. ഇങ്ങനെ കയറ്റിട്ട് ഇവിടെ സ്ക്രൂ ചെയ്യാണ്. ഇത് പൊക്കിയ പൊട്ടുകയും ചെയ്യൂല ഇങ്ങനെ. ചുമ്മാ കയറ്റി നോക്ക്. അല്ലല്ല അങ്ങനെ തന്നെ ആയിരിക്കും. കൊറേ കാര്യം തോന്നി. അങ്ങനെയാണോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആയിരിക്കും വിശ്വസിക്കുന്നു ഗൈസ്. ഇത് കേക്കുവാണ് അല്ലേ? ഒരുപാട് പേരെ കൊടുക്കാൻ പറ്റുന്നില്ല. വെള്ളത്തിൽ പേര് കൊടുത്താൽ ടക്കേ ഒഴിയും. ഈ ലോക്ക് ഇതെന്തിനാന്ന് എനിക്കറിയത്തില്ല.
പിടിപ്പിക്കാനാണോ കാണാതിരിക്കാൻ? തട്ടി ബ്രേക്കാണ്. ഞാൻ യൂട്യൂബിലെടുത്ത് നോക്കട്ടെ. യൂട്യൂബിൽ നോക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് നോക്കാം. നോക്കണം, കാരണേ അത് അങ്ങനെ അല്ലെങ്കിൽ ഡേഞ്ചർ അല്ലേ. പിടിപ്പിച്ചോ? മൊത്തം പിടിപ്പിച്ചോ? ഇതിന്റെ സ്റ്റെപ്പ് അത് താഴെ വീഴത്തില്ല. വീഴാതിരിക്കാൻ പരിപാടി ഉണ്ടാവുമായിരിക്കും. ഇത് ലോക്കാ. ടയർ പിടിപ്പിച്ചിട്ടുണ്ട്. ടയർ പിടിപ്പിച്ചു. ഇതെന്താ ഈ സാധനം ബ്രേക്കാണോ? അതെനിക്കറിയത്തില്ല. അത് നോക്കാം. പൊക്കിയ സാധനം ഒടിഞ്ഞു പോകും. എന്നാന്നറിയത്തില്ല, എന്തോ ഒരു സാധനമാണത്. ഇനിയൊന്നും കുറെ സാധനങ്ങള് ഇതൊക്കെ നമുക്ക് പിടിപ്പിക്കണം. സാധനമുണ്ട്. പിടിപ്പിക്കാൻ ആക്ച്വലി നമുക്ക് അറിയത്തില്ല. യൂട്യൂബിൽ നോക്കാം. യൂട്യൂബിൽ നോക്കി ഇത് കണ്ടുപിടിച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യാം ഇത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതിന്റെ ബാക്കിയായിട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് അയച്ചു തന്ന ചേച്ചിക്ക് ഒരുപാട് നന്ദി. എന്താ പറയാ, സന്തോഷം കൊണ്ട്. കാരണം ഇങ്ങനത്തെ സാധനമൊന്നും നമ്മള് മേടിക്കത്തില്ല കേട്ടോ. ഒരിക്കലും മേടിക്കില്ല. കാരണം അതിനൊന്നുള്ള സാഹചര്യം നമ്മളെ കൊണ്ടില്ല. പുറമെ കാണുന്ന പുറമോടി മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും നിന്റെ ഭാഗ്യമാണ്. അപ്പൊ വീണ്ടും ചേച്ചിക്ക് നന്ദി പറയും അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇത് പിടിപ്പിക്കുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഒരുപാട് താങ്ക്സ്, നന്ദി. അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം. ബൈ.